ആനച്ചുവടി അല്ലെങ്കിൽ ഗോജിഹ്വ. നിലംപറ്റി വളരുന്ന ഔഷാദിയായ ആനച്ചുവടി തണലുള്ള ചതുപ്പ് പ്രദേശങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന ഔഷധ സസ്യമാണ്. ആനയുടെ കാൽ ചുവട് പതിഞ്ഞ രൂപത്തിൽ നിലംപറ്റി വളരുന്നതുകൊണ്ടാണ് ഇതിന് ഈ പേര് കൈവന്നത്. പശുവിന്റെ ഇലയ്ക്ക് പോലുള്ള ഇലകളുള്ള ചെടി എന്ന അർത്ഥത്തിൽ ഗോജിഹ്വ എന്ന പേരിൽ സംസ്കൃതത്തിൽ ഇതറിയുന്നു. കൂടാതെ ഗോജിഹ്വിക, ഗോഹി, ദാഭിക, ഖരപർണിനി എന്നിങ്ങനെ ആനച്ചുവടിയുടെ സംസ്കൃത നാമങ്ങൾ ഏറെയുണ്ട്. കംബിസീറ്റ എന്ന സസ്യകുടുംബത്തിലെ ആനച്ചുവടി ഉൾപ്പെടുന്നതാണ്. ആനച്ചുവടിയുടെ ശാസ്ത്രീയ നാമം എലിഫന്റോഫസ് ക്യാബർ എൽ എന്നാണ്. ആനച്ചുവടിയുടെ ഇലകൾ പച്ച നിറമുള്ളതും ഏകദേശം പശുവിന്റെ നാക്ക് പോലെയുമാണ് ഇരിക്കുന്നത്. താമര നിറത്തിലോ നീല ലോഹ നിറത്തിലോ ഉള്ള ചെറിയ പൂക്കളാണ് ആനച്ചുവടിയുടെ. ആയുർവേദ പ്രകാരം ആനച്ചുവടി സമൂലവും ഔഷധ യോഗഭാഗങ്ങളുമായി ഉപയോഗിക്കുന്നു. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം തുടങ്ങിയവ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഔഷധ ഗുണങ്ങൾ നോക്കിയാൽ ആനച്ചുവടി മലബന്ധമില്ലാതാക്കുന്നു. ഇതിന്റെ ഉപയോഗം ചുമയകറ്റും. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ശമിപ്പിക്കുവാൻ ആനച്ചുവടിക്ക് സവിശേഷമായ കഴിവുണ്ട്. വിഷാംശം ഇല്ലാതാക്കുവാനും ഇത് നല്ലതാണ്. ശരീരതാപം ശമിപ്പിക്കുന്നതിന് ഔഷധമാണ്. ഔഷധ പ്രയോഗങ്ങൾ നോക്കിയാൽ ആനച്ചുവടി വിഷഹരമാണ്. വിഷജന്തുക്കൾ കടിച്ചാൽ ആനച്ചുവടി സമൂലമെടുത്ത് അരച്ച് മുറിവിൽ പുരട്ടുന്നത് ഉടൻ തന്നെ വിഷശമനത്തിന് ശമനമുണ്ടാക്കുന്നതാണ്. തലമുടി കുഴിച്ചിലിനും താരനും മാറിക്കിട്ടുവാൻ ആനച്ചുവടി വളരെ വിശേഷமான ഔഷധമാണ്. ആനച്ചുവടിയുടെ ഇല താളിയാക്കി തലയിൽ തേക്കുന്നത് താരനും മുടി കുഴിച്ചിലും ശമിക്കും. ആനച്ചുവടി സാമൂലമെടുത്ത് അതിന്റെ പകുതി മല്ലിയിലും ചേർത്ത് വിധിപ്രകാരം കഷായം വെച്ച് 30 മില്ലി വീതം ദിവസം 2 നേരം എന്ന കണക്കിൽ സേവിക്കുന്നത് അതിസാരം, വയറുകടി, മൂത്രച്ചുടിച്ചൽ തുടങ്ങിയവ ശമിപ്പിക്കുന്നതാണ്. ആനച്ചുവടിയുടെ വേര് തവിട് കളയാതെ അക്ഷമതമായ അരി, കുരുപ്പെട്ടി, ചക്കര എന്നിവയിൽ കൂട്ടിൽ സേവിക്കുന്നത് രക്താശ്വാസത്തിന് വളരെ നല്ലതാണ്.